ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം. ഇന്നൊരു ചോക്ലേറ്റ് ട്രഫിൾ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. എല്ലാവർക്കും ഇഷ്ടമായിരിക്കും ചോക്ലേറ്റ് ട്രഫിൾ കേക്ക്. വായിലിട്ടാൽ തന്നെ നല്ല അലിഞ്ഞു പോകുന്ന ആ ഒരു ടെക്സ്ചറായിരുന്നു ഇതിന്. അതുപോലെ തന്നെ ചോക്ലേറ്റ് ഇഷ്ടമാണെങ്കിൽ എന്തായാലും ഈ ഒരു കേക്ക് ഇഷ്ടമാവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല, തുടക്കക്കാർക്ക് വരെ പെട്ടെന്ന് ഈസിയായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ഒരു കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് ബാറ്റർ റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് 3 ടേബിൾ സ്പൂൺ മൈദ നമുക്ക് എടുത്തു മാറ്റാം. അപ്പോൾ കേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും, മെഷർമെൻറ്റൊക്കെ കറക്റ്റായിട്ടില്ലെങ്കിൽ കേക്ക് ഫ്ലോപ്പ് ആവും. അപ്പോൾ കറക്റ്റായിട്ടൊന്ന് കപ്പും ഇതുപോലെ സ്പൂണൊക്കെ എടുത്തിട്ട് തന്നെ മെഷർ ചെയ്യുക. എന്നിട്ട് ഇതുപോലെ 3 ടേബിൾ സ്പൂൺ മൈദ നമുക്ക് ഇതിൻ്റെ അകത്ത് എടുത്ത് മാറ്റിയിട്ട് ഈ 3 ടേബിൾ സ്പൂൺ മൈദക്ക് പകരം കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ അതേ അളവിൽ തന്നെ കൊക്കോ പൗഡർ ഇതുപോലെ ചേർത്ത് കൊടുക്കുക. ഇത് നമുക്ക് ഈ അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ ഒരു 2 പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി 1-2 പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കണം. ഒരു 3 പ്രാവശ്യമൊക്കെ അരിച്ചെടുക്കുകയാണെങ്കിൽ നല്ലതാണ്. നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് വരുവേ. ഈ ഒരു കേക്ക് എന്തായാലും നിങ്ങൾ ഇതുപോലെ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള കേക്ക് കിട്ടും. പിന്നെ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒരു ടൂൾസിൻ്റെ ഒന്നും ആവശ്യമില്ല. തുടക്കക്കാർക്ക് അതായത് ഫസ്റ്റായിട്ട് ഉണ്ടാക്കുന്നവരാണെങ്കിൽ പോലും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഈ കേക്ക് ഓവണില്ലാതെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിത് അരിച്ചെടുത്ത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് 1 ടീസ്പൂൺ കോഫി പൗഡർ, ഒരു 3 ടേബിൾ സ്പൂൺ ചൂടുവെള്ളത്തിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ചൂടുവെള്ളത്തിലാണ് ഇത് മിക്സ് ചെയ്യേണ്ടത്. എന്നിട്ട് നമുക്കിതൊന്ന് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അതായത് നമ്മുടെ ബാറ്ററിൽ ചേർക്കേണ്ടതാണ്. അപ്പോൾ ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി വേറൊരു ബൗൾ എടുക്കുക. അതിൽ വെള്ളമൊന്നും ഉണ്ടാകാൻ പാടില്ലേ. നല്ലതുപോലെ ക്ലീൻ ആക്കിയിട്ട് അതിലേക്ക് ഒരു 4 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അപ്പോൾ മുട്ട നിങ്ങൾക്ക് അറിയാമല്ലോ, റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയായിരിക്കണം. ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ഡയറക്റ്റ് ചെയ്യരുത്. അങ്ങനെയാകുമ്പോൾ ബീറ്റ് ചെയ്യുമ്പോൾ നമുക്കിത് പതഞ്ഞ് പൊങ്ങി വരാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട തന്നെ എടുക്കുക. അങ്ങനെ 4 മുട്ടയും പൊട്ടിച്ചൊഴിച്ച് കൊടുത്തു. അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇത് ചെറിയ തരിയുള്ള പഞ്ചസാരയാണ്. വലിയ തരികളുള്ളതാണെങ്കിൽ ഒന്ന് പൊടിച്ചെടുക്കണേ. അപ്പോൾ 1/4 കപ്പ് പഞ്ചസാരയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കാം. അപ്പോൾ മുട്ടയുടെ ആ കളറൊക്കെ ഒന്ന് മാറി വരുന്നവരെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യണേ. അപ്പോൾ ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്, നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്, കണ്ടില്ലേ. ഈ ഒരു ടൈമിൽ നമുക്ക് കുറച്ച് വനില എസൻസ് ചേർത്ത് കൊടുക്കാം. വനില എസൻസ് നല്ല ബ്രാൻഡിൻ്റെ വനില എസൻസ് തന്നെയാണ് ചേർക്കുന്നതെങ്കിൽ നമ്മുടെ കേക്കിന് മുട്ടയുടെ ആ സ്മെല്ല് ഒട്ടും ഉണ്ടാവില്ല. അപ്പോൾ നല്ല വനില എസൻസ് തന്നെ എടുക്കണേ. അപ്പോൾ 1 ടീസ്പൂൺ വനില എസൻസ് കൂടി ചേർത്തിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ മുട്ട നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾ ഓയിലോ സൺഫ്ലവർ ഓയിലോ ചേർത്ത് കൊടുക്കുക. ഓയിൽ ചേർത്തിട്ട് ഒരുപാടൊക്കെ ബീറ്റ് ചെയ്യരുത്. ഒരു 2-3 മിനിറ്റ് മീഡിയം സ്പീഡിൽ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് അതൊന്ന് മിക്സ് ആയ ശേഷം നമുക്ക് ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അതൊന്ന് അരിപ്പയിലൂടെ കുറേശ്ശെ ചേർത്തിട്ട് മിക്സ് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമുണ്ട്. അല്ലെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് ഇട്ടിട്ട് ഒന്ന് സാവധാനത്തിലൊന്ന് മിക്സ് ചെയ്തെടുത്താലും മതി. അരിപ്പയിലിട്ടിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ കുറച്ചായിട്ട് അരിപ്പയിലിട്ടിട്ട് അങ്ങനെയാണ് ചെയ്യുന്നത്. അങ്ങനെയാകുമ്പോൾ കുറച്ചുകൂടി ഒരു ഈസി ആയിട്ട് ഫോൾഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഞാനിത് ഫുള്ളായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ആ പൗഡറൊക്കെ ഇതിലേക്ക് മിക്സ് ആകുന്നവരെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. നിങ്ങൾ ഗ്യാസ് സ്റ്റോപ്പിലാണ് വെക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ നമുക്ക് വെക്കേണ്ട പാത്രം ഒന്ന് ചൂടാക്കി എടുക്കണേ. ഫ്രൈ പാനിലാണ് വെക്കുന്നുണ്ടെങ്കിലും ഒരു 5 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക. ഇതിലേക്ക് നമ്മൾ ആദ്യം മിക്സ് ചെയ്ത് വെച്ച കോഫിയിൽ അത് ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഓവണാണെങ്കിൽ ഒരു 10 മിനിറ്റ് 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത് വെക്കണേ. ഫ്രൈ പാനിലും ചെയ്യുക ഇത്. അതുപോലെ തന്നെ വലിയ പാത്രത്തിൽ ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കേക്ക് ടിന്ന് വെച്ചിട്ടും ചെയ്യുക. ഇനി നമുക്ക് അവസാനം ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ വിനീഗറാണ്. വിനീഗറും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന്
ഫോൾഡ് ചെയ്തെടുക്കുക. ഇനി പെട്ടെന്ന് തന്നെ നമുക്ക് കേക്ക് ടിന്നിലേക്ക് മാറ്റാം. അപ്പോൾ കേക്കിൻ്റെ പരിപാടി തുടങ്ങുമ്പോൾ മുമ്പ് തന്നെ ഫസ്റ്റ് നമുക്ക് ഈ ഒരു കേക്ക് ടിന്ന് റെഡിയാക്കി വെക്കണം. അതൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഞാനിപ്പോൾ ബേക്കിംഗ് പേപ്പറൊന്നും വെച്ചിട്ടില്ല. ടിന്നിൽ നല്ലതുപോലെ ഓയിൽ തടവിയിട്ട് 1 ടേബിൾ സ്പൂൺ മൈദയും കുറച്ച് കൊക്കോ പൗഡർ മിക്സ് ചെയ്തിട്ട് ഒന്ന് ഡസ്റ്റ് ചെയ്ത് എടുത്തതാണ് ഇത്. അപ്പോൾ അതിലേക്ക് നമുക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊരു 180 ഡിഗ്രിയിൽ ഒരു 35 മുതൽ 40 മിനിറ്റ് വരെ വെച്ച് കൊടുക്കാം. ഗ്യാസ് സ്റ്റോപ്പിലാണെങ്കിലും ഒരു 40 മിനിറ്റൊക്കെ വേണ്ടി വരും. ഞാനിപ്പം ഓവനിലാണ് വെക്കുന്നത്. ഒന്ന് നല്ലതുപോലെ ടാപ്പ് ചെയ്തിട്ട് നമുക്ക് ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ കേക്ക് റെഡിയാകുന്ന ഈ ഒരു ടൈം കൊണ്ട് നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് വെള്ളവും 1/4 കപ്പ് പഞ്ചസാരയും ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് ആ ഷുഗർ അലിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തീ ഓഫ് ചെയ്യുക. ഇനി നമുക്ക് ആ ഷുഗർ സിറപ്പ് നല്ലതുപോലെ തണുക്കാൻ വേണ്ടിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഞാൻ അതേ പാനിൽ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ വിപ്പിംഗ് ക്രീം ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് നമ്മുടെ 1/4 കപ്പ് ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കാം. ക്രീം ചൂടായതിന് ശേഷം നമ്മുടെ ഗ്രേറ്റ് ചെയ്ത ചോക്ലേറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ആ ചോക്ലേറ്റ് ഒന്ന് മെൽട്ടായി കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തിട്ട് ഒന്ന് 2 മിനിറ്റ് നന്നായിട്ടൊന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് അടിപൊളിയായിട്ട് ബേക്ക് ആയിട്ടുണ്ട്. അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഈ പാത്രമൊക്കെ ഞാൻ ഫ്രീസറിൽ ഒരു 5 മിനിറ്റ് ഒന്ന് തണുപ്പിച്ചെടുത്തതാണ്. അതിലേക്ക് ഒരു 2 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. മാക്ടോപ്പിൻ്റെ ക്രീമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നല്ലതുപോലെ പതഞ്ഞ് പൊങ്ങി വരുന്നവരെ ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ക്രീം നല്ലതുപോലെ പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ചോക്ലേറ്റ് ഗണാഷ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. അതുപോലെ നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നല്ലതുപോലെ ഈ ചോക്ലേറ്റ് ഗണാഷ് ഇതിലേക്ക് മിക്സ് ആകുന്നവരൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ക്രീം റെഡി. അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അതുപോലെ നമ്മുടെ കേക്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇത് ഡിമോൾഡ് ചെയ്തെടുക്കാം. ഇതിനെ നമുക്കൊരു 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് അതിൻ്റെ ടൂൾസൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിത് ഇതുപോലെ കത്തിയാനെ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. 3 ഈക്വൽ പാർട്സായിട്ട് കട്ട് ചെയ്തെടുക്കാം. കേക്ക് കണ്ടില്ലേ, നന്നായിട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മുടെ കേക്ക് ലെയറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഷുഗർ സിറപ്പ് നന്നായിട്ട് തണുത്ത ഷുഗർ സിറപ്പാണ്. അത് നല്ലതുപോലെ പിശുക്കൊന്നും കാണിക്കാണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെയാകുമ്പോൾ ഷുഗർ സിറപ്പ് നല്ലതുപോലെ ഒഴിച്ചു കൊടുത്താൽ മാത്രമേ നമ്മൾ കേക്ക് കഴിക്കുന്ന ആ ഒരു ടൈമിൽ വായിലിട്ടെങ്കിലും അലിഞ്ഞു പോകുന്ന ആ ഒരു ഫീലിംഗ് കിട്ടില്ലേ, അത് കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കണേ. ഇനി നമുക്ക് ക്രീം ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. ഇതുപോലെ തന്നെ 2ാമത്തെ ലെയറും 3ാമത്തെ ലെയറും ചെയ്തെടുക്കുക. അതിനിടയിൽ ഞാനിപ്പോൾ ലോട്ടസിൻ്റെ ഈ ഒരു സ്പ്രെഡ് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ ലോട്ടസിൻ്റെ സ്പ്രെഡ് എടുത്തിട്ട് കുറച്ച് പാലിലൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ലൂസാക്കി എടുത്തു. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഒരു 2 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്തിട്ട് മിക്സാക്കി എടുത്തതാണ്, ചൂടുള്ള പാല്. ഇതുപോലെ ലൂസാക്കി എടുത്തിട്ട് അത് ഈ ക്രീമിൻ്റെ മുകളിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെയാകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് ഈ ലോട്ടസിൻ്റെ ഈ ഒരു മിക്സ് വേണ്ടതെന്ന് വെച്ചാൽ അത്രയും ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഒരു 3 ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ബാക്കി കേക്ക് സ്ലൈസ് വെച്ച് അതിൻ്റെ മുകളിൽ ഷുഗർ സിറപ്പ് വെച്ച് അങ്ങനെ ക്രീം വെച്ചിട്ട് 3 ലെയറും കവർ ചെയ്തെടുക്കാം.
ക്രീമൊക്കെ വെച്ച് ഫുൾ കവർ ചെയ്തതിന് ശേഷം ഈ ഒരു കേക്ക് നമുക്കൊരു 2 മണിക്കൂർ ഫ്രീസറിൽ വെക്കാം. ഫ്രിഡ്ജിലല്ലേ, ഫ്രീസറിലാണ്. ഇനി ഒരു 250 ഗ്രാം ചോക്ലേറ്റ് എടുക്കുക. അതിലേക്ക് 250 ml ക്രീം, നല്ല തിക്ക് ക്രീം ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ചോക്ലേറ്റൊക്കെ നന്നായിട്ട് മെൽറ്റായി വരുന്ന ആ ഒരു ടൈമിൽ 1 ടീസ്പൂൺ ബട്ടറും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് തീ ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ചെറുതായിട്ടൊന്ന് ചൂടാറിയാൽ മതി. ഇനി 2 മണിക്കൂറിന് ശേഷം കേക്ക് പുറത്തെടുക്കുക. ഇതുപോലെ ഒരു പ്ലേറ്റ് വെക്കുക. താഴ്ഭാഗത്ത് വെച്ചിട്ട് ഒരു ബൗളിൻ്റെ മേലെ ഇതിങ്ങനെ കേക്ക് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ചെറുതായിട്ട് ചൂടാറിയ ഗണാഷ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഗണാഷ് ഒഴിച്ചിട്ട് ഒന്ന് ടച്ച് ചെയ്യേണ്ട ഒന്നും ആവശ്യമില്ല. അത് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. എല്ലാ ഭാഗത്തേക്കും എത്തിക്കോളും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇത് ഡെക്കറേറ്റ് ചെയ്തെടുക്കുക. ഇതല്ലാതെ തന്നെ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ കാണാൻ. അപ്പോൾ ഞാനിത് മോളുടെ ഫ്രണ്ടിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. അവളെ ബർത്ത്ഡേ ആയിരുന്നേ. അപ്പോൾ ഫ്രണ്ടിൻ്റെ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് മറ്റേ ഗോൾഡൻ ലീഫൊക്കെ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാടൊന്നും കൊടുക്കുന്നില്ല, ചെറുതായിട്ടൊന്ന് ആർട്ടിഫിഷ്യൽ ഫ്ലവറൊക്കെ വെച്ചിട്ട് ഒന്ന് ഭംഗിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ഒരു കേക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്സ്, സബ്സ്ക്രൈബ് ഒക്കെ ഒന്ന് ചെയ്യുക. ഇൻഷാല്ലാ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും താങ്ക് യു. അസ്സലാമു അലൈക്കും. Happy birthday to you. Happy birthday to you. Happy birthday. Happy birthday. Happy birthday, Punyu. What is wrong with you? Happy birthday, Punyu. Happy birthday, Punyu.